നമസ്കാരം, ഞാൻ ജീവൻകുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം. അങ്ങനെ ഖമനേനി ശവമായിട്ട് 10 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഒരു അടിയന്തരം കണ്ണാക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി മരിച്ച സമയത്ത് തന്നെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഞാനൊരു ലേസി ആയിട്ടുള്ള ആളായത് കാരണം അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാൻ തോന്നിയില്ല. സോ ആരായിരുന്നു ഈ ഖമനേനി എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. ഇറാൻ്റെ പരമ ഉണ്ണാക്ക നേതാവായിരുന്നു. എങ്ങനെയാണ് ഇദ്ദേഹം പരമ ഉണ്ണാക്ക നേതാവായത്? അതായത് ഒരു ഡെമോക്രാറ്റിക് സ്റ്റൈലിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നേതാവിനേക്കാളും പ്രസിഡൻറ്റിനേക്കാളും അധികാരമുള്ള ഒരു പരമ ഉണ്ണാക്ക നേതാവായിട്ട് ഇയാൾ എങ്ങനെയാണ് മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഫ്റ്റർ 60s അവിടെയുള്ള രാജാവിനെതിരായിട്ട് ഒരു ഇസ്ലാമിക് റവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയും ആ ഇസ്ലാമിക് റവല്യൂഷനെ ബേസ് ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടെ അധികാരത്തിലേക്ക് വരികയും അയാളായിരുന്നു ആദ്യമായിട്ട് അവിടെ പരമ ഉണ്ണാക്കൻ നേതാവായിരുന്നത്. സോ ഇസ്ലാമിക് റവല്യൂഷൻ, പരമ ഉണ്ണാക്കൻ എന്നുള്ള ആ ഒരു കോമ്പിനേഷൻ പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഒരു എന്താ പറയുക, ഡിക്റ്റേറ്റർഷിപ്പ്, ശരിയാല അനുസരിച്ചുള്ള ഒരു ഡിക്റ്റേറ്റർഷിപ്പ്. അതായത് ലോകത്തുള്ള ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം ഏതെങ്കിലും ഒരാളൊരു അധികാരം കീഴടക്കി അത് ഭരണം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡിക്റ്റേറ്ററായിട്ടും അദ്ദേഹം എന്താ പറയുക ഒരു കൊടൂരനായിട്ടുള്ള ഒരു സർവാധികാരിയായിട്ടും അദ്ദേഹത്തിനെ പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇതേ മുസ്ലിം രാജ്യങ്ങളും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളായാലും ഒരു മുസ്ലിം നേഷനിൽ അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് വലിയ ഒരു എന്താ പറയുക ചർച്ചയൊന്നും ചെയ്യാതെ അത് അവരുടെ മതപരമായിട്ടുള്ള അവർക്കുള്ള അവകാശമാണ് എന്നുള്ള രീതിക്ക് അത് ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു വൃത്തികെട്ട ഒരു സ്യൂഡോ എന്താ പറയുക ഡെമോക്രാറ്റിസിസം അത് വെസ്റ്റേൺ കൺട്രീസിൽ എപ്പോഴും ഉള്ളത് തന്നെയാണ്. സോ ഇസ്ലാമിക് റവല്യൂഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിക് ഡിക്റ്റേറ്റർഷിപ്പ് തന്നെയാണെന്നുള്ളത് അതിൽ ജീവിക്കുന്ന അതിന് പുറത്തുനിന്ന് നോക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതേ തന്നെയാണ് താലിബാനിലുമുള്ളത്. ഷറിയ ലാ എന്ന് പറയുന്നത് തന്നെ ഒരു തരത്തിലുള്ളൊരു ഡിക്റ്റേറ്റർഷിപ്പാണ്. ഇതിങ്ങനെ തന്നെ ചെയ്യണം, അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റായിട്ടുള്ള ഒരു രീതി നിർവചിക്കുകയും അതിൽ തന്നെ ജനങ്ങൾ ജീവിക്കണം, അതിൽ താല്പര്യമില്ലാത്ത ആൾക്കാർ പോലും അതിൽ തന്നെ ജീവിക്കണം എന്ന് പറയുന്നതാണ് ഷറിയ ലാ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഇറാനെ ഇത്രയും കാലം ഡിക്റ്റേറ്റർഷിപ്പിൽ വച്ചിരുന്ന ഒരു ഫാമിലി, അതായത് ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള റൂളിംഗ് പാടില്ല അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് എത്തിയ ഇവർ തന്നെയാണ്. അച്ഛൻ, അതിനുശേഷം മകൻ, ഇപ്പോൾ പേരക്കുട്ടി അല്ലെങ്കിൽ മരിച്ചുപോയ ഖമനേനിയുടെ മകനാണ് അടുത്ത സുപ്രീം ലീഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, പരമ ഉണ്ണാക്കനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സോ ഇത് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകളെ പോലെ തന്നെയാണ്. കമ്മ്യൂണിസം പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ കാശ് എടുത്ത് മാറ്റി തന്നെ അവർ തന്നെ എന്താ പറയുക സ്വയം കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്ന ആൾക്കാരെ മാറിയതുപോലെ പാരമ്പര്യമായിട്ട് അച്ഛനും മോനും അങ്ങനെ ഒരു രാജഭരണം അവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് വന്നവരാണ് ഇപ്പോൾ അവിടെ രാജാക്കന്മാരെ പോലെ ഭരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. സോ അങ്ങനെ പരമ ഉണ്ണാക്കനെ ഒരു ധീരനായ നേതാവായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി തന്നെ എന്തൊക്കെയോ ചെയ്ത് ഉഴുതുമറിച്ച ഒരാളാണ് എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള ആൾക്കാർ പോലും സംസാരിക്കാത്ത കാലഘട്ടത്ത് ഇന്ത്യയിലുള്ള ഹിജഡാപ്പികളും സുഡാപ്പികളും എന്താ പറയുക തലതല്ലിക്കരയുന്നതും അദ്ദേഹത്തിന് വേണ്ടി എന്താ പറയുക മണ്ണെണ്ണി കൊളുത്തി ചത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു ഡ്രാമ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞാണ് അദ്ദേഹം മരിച്ച സമയത്ത്. ആദ്യത്തെ ഒരു 2 ദിവസം, അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും അവരവരുടെ പാട് നോക്കിപ്പോയി. സോ അത്തരത്തിലുള്ള ഒരു പരമ ഉണ്ണാക്കനാണ്, ധീരനായ നേതാവാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചുക്കുമല്ല. അമേരിക്ക ഇത്രയും കാലം ഒന്നും ചെയ്യാത്തത് കൊണ്ട് ജീവനോടെ ഇരുന്ന ഒരാളാണ്. അമേരിക്ക ഒരിടത്ത് ബോംബിടുമ്പോഴേക്കും തന്നെ ബങ്കർ ടു ബങ്കർ ഓടി ഒളിഞ്ഞ ഈ ആണും പെണ്ണും കെട്ടവനാണ് എന്താ പറയുക ധീരനായ നേതാവ് എന്നിവർ വിശേഷിപ്പിക്കുന്നത്. യുദ്ധം നടത്തുന്ന സമയത്ത് രാജ്യതലവന്മാർ അവിടേക്കും ഇവിടേക്കും മാറി താമസിക്കുക എന്നുള്ളത് സാധാരണ എല്ലാവരും ചെയ്യാവുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്തും പബ്ലിക്കായിട്ടുള്ള എന്താ പറയുക ഒരു അപ്പിയറൻസോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള സ്പീച്ചസോ എല്ലാം അവർ കൊടുക്കുന്നതാണ്. കാരണം ഞങ്ങൾ തോറ്റു മടങ്ങുന്നില്ല എന്ന് തീരുമാനിച്ച ഒരു നേതാവ് അങ്ങനെ ചെയ്യും. യുക്രൈനിലെ പ്രസിഡൻ്റായിട്ടുള്ള സെലൻസ്കി, അദ്ദേഹം ഒരു കോമഡി ആർട്ടിസ്റ്റായിരുന്നു. റഷ്യ യുദ്ധം തുടങ്ങിയ സമയത്ത് അദ്ദേഹം പോലും പുറത്ത് വന്ന് ജനങ്ങളോട് സംസാരിക്കും, നേരിട്ട് യുദ്ധത്തിനിറങ്ങിയും യൂണിഫോമെല്ലാം ഇട്ട് യുദ്ധത്തിന് പോവുകയും ചെയ്യുന്നു. പക്ഷേ എന്താ പറയുക, ഇസ്ലാം അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാത്ത ഒരു മതമാണെന്നും അത് ധീരന്മാരുടെ മതമാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അതിൻ്റെ പരമ ഉണ്ണാക്കനായ ഇയാൾ ഇസ്രായേൽ 2 ബോംബിടുമ്പോഴേക്കും അതിനുശേഷം ഇയാളെ പുറത്ത് ആരും കണ്ടിട്ടില്ല. ഇവനാണ് ധീര നേതാവ്. 1 നമ്പർ നട്ടലില്ലാത്ത എന്താ പറയുക ആണും പെണ്ണും കെട്ടാനാണ് എന്ന് പറയുന്നതാണ് സത്യം. ഞങ്ങൾ അങ്ങനെ ചെയ്ത് കളയും ഇങ്ങനെ ചെയ്ത് കളയും എന്ന ഡയലോഗെല്ലാം അടിച്ചടിച്ചടിച്ച് അവസാനം ബാർബിക്യൂവിൽ പെട്ടുപോയ കോഴിക്കുഞ്ഞു പോലെ കരിഞ്ഞ് അവസാനമാകേണ്ടി വന്നു. എടുത്ത് ഒന്ന്
വെള്ളത്തിൽ കലക്കാൻ പോലും ഇതാണ് അദ്ദേഹത്തിൻ്റെ ചാരമെന്ന് അറിയാത്ത രീതിക്ക് കരിക്കട്ടിയാക്കി കൊടുത്തിരിക്കുകയാണ് ഇസ്രയേൽ. അതാണ് ഇസ്രയേൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. കാരണം അവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അവർ പറയാറുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ വെറുതെ വായിട്ടിളക്കി അവർ ജനങ്ങളെ പറ്റിക്കാനോ അതൊന്നും ചെയ്യാറില്ല. അവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാകും, അവർ ചെയ്തിരിക്കും. ഇറാനെപ്പോലെ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും, ഉണ്ടംപൊരി എറിയും, ഉഴുന്നുവട എറിയും, അല്ലെങ്കിൽ മസാല ബോണ്ട എറിയും എന്നൊക്കെ വെറുതെ വാചകം അടിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്തത്. അവർ ബോംബിടുമെന്ന് പറഞ്ഞു ബോംബിട്ടു. ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, തലവെട്ടും കാല് വെട്ടും, അവനെ കൊല്ലും ഇവനെ കൊല്ലും എന്ന് പറഞ്ഞ് നടന്ന ഒരു നാറിയെ പോലും പിന്നീട് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും ദപ്പ പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടംപൊരി കയ്യിൽ വെച്ചിരിക്കുന്ന പോലെ, എന്താ പാകിസ്ഥാനിലെ ഒരു മിനിസ്റ്റർ പറഞ്ഞ പോലെ ഈ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള മസാല ബോണ്ട സൈസിൽ ഞങ്ങളുടെ കയ്യിൽ ബോംബുണ്ട് എന്ന് പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ ഇറാനൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. സോ അങ്ങനെ പരമ ഉണ്ണാക്കൻ മരിച്ചിരിക്കുകയാണ്. ഈ പരമ ഉണ്ണാക്കൻ ഈ 2026 ഫെബ്രുവരിയിലാണോ കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ 2025 തന്നെ കൊല്ലപ്പെട്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയകരമാണ്. അതിനെക്കുറിച്ച് എനിക്കൊരു ഹൈപ്പോത്തീസിസ് ഉണ്ട്. ആ ഹൈപ്പോത്തീസിസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളതിന് വേണ്ടി ഒരു റഫായിട്ടൊരു വീഡിയോ ആണ് ഈ വീഡിയോ. അങ്ങനെ പരമ ഉണ്ണാക്കൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. പല ഉണ്ടംപുരികളും പല തീപ്പൊരി പ്രസംഗങ്ങളും മാത്രം വാചകമടി മാത്രങ്ങളും ചെയ്തുകൊണ്ട് അവസാനം ഇസ്രായേലിലെ 30 ഗുണ്ടിന് എന്താ പറയുക, പന്നി വെടിയുണ്ട വിഴുങ്ങിയ പോലെ കരിഞ്ഞ് മരിക്കേണ്ടി വന്ന ഒരു പരമ ഉണ്ണാക്കൻ അങ്ങനെ മരിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം പറയണം എന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. അദ്ദേഹം മരിച്ചത് ഈ 2026 അല്ലെങ്കിൽ 6 മാസത്തിന് മുൻപ് തന്നെ അദ്ദേഹം മരിച്ചിരുന്നുവോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരുന്നുവോ, എന്തുകൊണ്ട് ഈ 6 മാസക്കാലം അത് ആർക്കും അറിയാതെ അവർ പുറത്ത് വിടാതെ വെച്ചിരുന്നു? ഇപ്പോൾ ഈ 2026 അദ്ദേഹം മരിച്ചത് എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ എന്തിനാണ് മേക്കപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ചുള്ള എൻ്റെ ഹൈപ്പോത്തീസിസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം. ഞാൻ ജീവൻകുമാർ വിശ്വകർമ്മൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഏലിയൻ ബ്രെയിൻ മലയാളം.